അതിനിടയിൽ ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയുടെ വിശാല ഭരണഘടനാ ബെഞ്ചിൽ വാദം കേൾക്കൽ തുടങ്ങി. ചരിത്രം വിശദമായി പരിശോധിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ്. കോടതി എടുക്കുന്ന തീരുമാനം അടുത്ത 40 വർഷത്തേക്കെങ്കിലും രാജ്യത്തിന്റെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുമെന്നും കോടതിയുടെ ആശങ്കയെക്കുറിച്ച് തങ്ങൾക്ക് ബോധ്യമുണ്ടെന്നും കേന്ദ്രം പറയുന്നു. അച്യുതൻ വിവരങ്ങൾ ചേർന്നു. അച്യുതൻ, എന്തായാലും ഇത് ഒരു സമയമെടുക്കുന്ന ഒരു അന്തിമ വിധിയിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ദീർഘനാൾ, പക്ഷേ മാസങ്ങൾ സമയമെടുക്കുന്ന വാദം കേൾക്കൽ ഒക്കെ പ്രൊസീജിയർ ആയിരിക്കണം തുടക്കമാവുന്നത്, അല്ലേ അച്യുതൻ? ഹാഷ്മി, സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഈ ശബരിമല യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ഹർജികളിൽ ഈ വാദം ആരംഭിച്ചിരിക്കുകയാണ്. 9 അംഗ വിശാല ഭരണഘടനാ ബെഞ്ചിന് മുൻപിൽ ഇപ്പോൾ കേന്ദ്രത്തിന് വേണ്ടി സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയാണ് ആ വാദത്തിന് തുടക്കമിട്ടിരിക്കുന്നത്. അതായത് ഈ ശബരിമല യുവതി പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളെ പിന്തുണയ്ക്കുന്നവരുടെ വാദമായിരിക്കും ഇന്ന് മുതൽ 3 ദിവസം തുടരുക. ഇന്നിപ്പോൾ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഹിന്ദു മതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ ഘടനകൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണ് അദ്ദേഹം വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഹിന്ദുമതത്തിൽ വിവിധ വിഭാഗങ്ങളും അവർക്ക് അവരുടേതായ വിശ്വാസങ്ങളുമുണ്ട്. ഈ രീതി തന്നെയാണ് മറ്റു മതങ്ങൾ, ഇസ്ലാം മതത്തിലും അതുപോലെ തന്നെ ക്രൈസ്തവ മതത്തിലും ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു വിശാലമായ ഒരു ഘടന ഈ കാര്യങ്ങളിലുണ്ട് എന്ന കാര്യം സോളിസിറ്റർ ജനറൽ ഇന്ന് കോടതിയിൽ പറഞ്ഞു. ഒപ്പം തന്നെ മതപരമായ കാര്യങ്ങൾ വ്യാഖ്യാനിക്കുമ്പോൾ ഈ മതങ്ങളുടെ ആന്തരികമായ ബഹുസ്വരതയും വൈവിധ്യവും കോടതി കണക്കിലെടുക്കണം എന്ന കാര്യവും ഇന്ന് കേന്ദ്രം കോടതിയെ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല, ഈ ദൈവത്തിൽ വിശ്വാസമില്ലാത്ത ചാർവകന്മാരും ഹിന്ദു സംസ്കാരത്തിലുണ്ട്. പക്ഷേ മതം എന്നത് ഏകശിലാരൂപമല്ല എന്ന കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ നിലവിലിപ്പോൾ കേന്ദ്രത്തിൻ്റെ വാദം തുടരുന്നുണ്ട്. എന്നാൽ ഇന്ന് ചീഫ് ജസ്റ്റിസ് കക്ഷികളെ അറിയിച്ച കാര്യം നിലവിൽ നൽകിയിരിക്കുന്ന സമയക്രമം കർശനമായി പാലിക്കണം, അതിൽ കൂടുതൽ നൽകാൻ കഴിയില്ല എന്ന കാര്യം ചീഫ് ജസ്റ്റിസ് ഇന്ന് കക്ഷികളെ അറിയിക്കുകയുമുണ്ടായി. ഈ കേസിലെ പ്രധാന ഹർജിക്കാരെയാണ് വിശദമായി കേൾക്കേണ്ടതെന്ന് ദേവസ്വം ബോർഡും ഇന്ന് കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും നിലവിലിപ്പോൾ ഈ വാദം തുടരുകയാണ്. കേരളത്തെ സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ തന്നെ ഇന്ന് സുപ്രീം കോടതിയിലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ വാദത്തിനും അത്തരത്തിലുള്ള ഒരു പ്രസക്തി കൂടി നിലനിൽക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.